ഹായ് ഹലോ ഇന്നൊരു വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോൾക്ക് ജെയ്ത്തൂണ് ക്യാമ്പസിലൊരു അഡ്മിഷൻ ടെസ്റ്റ് 17-ാം തീയതി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ക്യാമ്പസിലൊരു 9:30 കൂടിയിട്ട് തന്നെ എത്തി. 10 മണിക്കായിരുന്നു കേട്ടോ എക്സാം. പിന്നെ മലപ്പുറത്ത് പാങ്ങ് എന്നുള്ള സ്ഥലത്താണ് കേട്ടോ ഈ ക്യാമ്പസ് ഉള്ളത്. ഈ ക്യാമ്പസ് വന്നിട്ട് ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യണത്. നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ മുറ്റത്തും പ്രദേശങ്ങളൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോൾ ടിക്കറ്റിൻ്റെ അവിടെ ഫീ അടക്കാണ്ടായിരുന്നു. അങ്ങനെ ആദ്യം ഫീസൊക്കെ അടച്ചിട്ട് പിന്നെ പരീക്ഷാ ഹാളിലേക്ക് കയറുകയാണ് കേട്ടോ ചെയ്തത്. കറക്റ്റ് നമ്മൾ 10 മണിയോട് കൂടിയിട്ട് തന്നെ അവർ പരീക്ഷാ ഹാളിൽ മക്കളെ കയറ്റിട്ടോ. പിന്നെ പരീക്ഷ ഒരു 2 മണിക്കൂറോളം ഉണ്ടായിരുന്നു കേട്ടോ. അതുവരെ ഞങ്ങളിങ്ങനെ അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ സ്പോർട്സിൻ്റെ ഏരിയയും വോളിബോൾ അതുപോലെ തന്നെ ഷട്ടലും അങ്ങനെ കളിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ മുറ്റത്ത് തന്നെ. അതുപോലെ ചുറ്റിലും ഒരു നടുമുറ്റം പോലെ തോന്നും കേട്ടോ നമുക്ക്. അതിൻ്റെ ചുറ്റുമായിട്ടാണ് നമ്മുടെ ഈ ക്യാമ്പസ് മൊത്തം. ഈ ഒരു റൗണ്ടിൽ തന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് കേട്ടോ ഈ ക്യാമ്പസ് ഉള്ളത്. മക്കൾക്ക് പുറത്ത് പോകേണ്ട ഒരാവശ്യമില്ല. സ്റ്റോറായാലും അതുപോലെ തന്നെ കഫേ, മെസ്സ്, ഹോസ്റ്റല് അങ്ങനെ എല്ലാം നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ അതൊരു ഗേൾസ് ക്യാമ്പസാണ്, ബോയ്സ് ഇല്ല കേട്ടോ. ജെയ്ത്തൂൺ ഇൻ്റർനാഷണൽ ഗേൾസ് ക്യാമ്പസാണ് കേട്ടോ. ഇതാണ് ഇവരുടെ മെസ്സ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മെസ്സിൻ്റെ അവിടെ തന്നെ അവർക്കൊരു കഫേ ഏരിയയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ആ കഫേയിൽ തന്നെ ടി വി കണ്ടിരിക്കാനുള്ള സൗകര്യമൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അർജു കുറച്ച് നേരം മുറ്റത്ത് ഇങ്ങനെ കളിയായിരുന്നു. അവിടെ ഓടി കളിക്കലും ഇതൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ജെയ്ത്തൂൻ്റെ ഒരു ബുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വായിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അലിക്കും അനസും അവരൊക്കെ. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും സമൂസയും ചായയൊക്കെ കൊടുന്നു കേട്ടോ അവർ. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ അർസാന് സ്റ്റെപ്പൊക്കെ കണ്ട് കരഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് കയറി കേട്ടോ. അപ്പോൾ മുകളിൽ ഈ പറഞ്ഞ പോലെ അടിയിലുള്ള എല്ലാ സൗകര്യങ്ങളും മേലെയുണ്ട് കേട്ടോ. മെസ്സും പിന്നെ പ്രയർ ഹാളും അങ്ങനെ എല്ലാതും മേലെയും ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മേലെ കുറച്ച് പണി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അധികം ആ ഭാഗത്തേക്കൊന്നും പോയില്ല. പിന്നെ ഇതൊരു ക്ലാസ് റൂമാണ്. നല്ല രസമാണ് കേട്ടോ ഇവിടെ നിന്നിട്ട് കാണാനായിട്ട്. പുറത്തേക്ക് ഒരു കുന്നിൻ്റെ മുകളിൽ തന്നെ ആയതുകൊണ്ട് നല്ല വ്യൂ ആണ് ഇതിൻ്റെ. പുറത്തേക്കൊക്കെ നോക്കിയാൽ നല്ല രസമാണ് നമുക്ക് കേട്ടോ. നല്ല വൈബ് തരുന്ന ഒരു കോളേജ് തന്നെയാണ്. പിന്നെ ക്ലാസ് റൂമിൽ ഡിജിറ്റൽ ബോർഡും അതുപോലെ തന്നെ സാധാ വൈറ്റ് ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ക്ലാസ് റൂം AC ആണ്. എനിക്ക് ക്ലാസ് റൂമൊന്നും വല്ലാതെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, പരീക്ഷ നടക്കണോണ്ട് തന്നെ. പിന്നെ ഞങ്ങൾ കുറച്ച് നടന്നപ്പോൾ സ്വിമ്മിംഗ് പൂള് കണ്ടു കേട്ടോ. പിന്നെ പൂള് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ താഴെ ഇറങ്ങി. അങ്ങനെ നമ്മൾ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടേക്ക് എത്തിയിട്ടോ. സ്വിമ്മിംഗ് പൂള് കണ്ടപ്പോഴേ അർജുന് ഭയങ്കര വാശി തുടങ്ങി വെള്ളത്തേക്ക് ഇറങ്ങാനായിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ അധികം നേരം അവൻ നിർത്തിയില്ല കേട്ടോ. അതിന് ചുറ്റും നടക്കാനൊന്നും പറ്റിയില്ല. ചുറ്റും അവർ ബെഞ്ചും അതുപോലെ തന്നെ ഊഞ്ഞാലും പിന്നെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ അവിടെ അധികം നേരം നിർത്തിയില്ല കേട്ടോ. അർജു ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി.
പിന്നെ നേരെ മോള് പരീക്ഷ എഴുതണത് നോക്കുമായിരുന്നു കേട്ടോ ഞാൻ. അങ്ങനെ പരീക്ഷ എഴുതണ തിരക്ക് തന്നെയാണ്. സമയം ഒരു 12 മണി വരെ പരീക്ഷ തന്നെയായിരുന്നു കേട്ടോ. 2 മണിക്കൂറുണ്ടായിരുന്നു. പിന്നെ ജിമ്മിൽ പോയി. സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ ജിമ്മും കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഏരിയയിൽ തന്നെയാണ്. അങ്ങനെ പിന്നെ നാഫിൽ കുറച്ച് ജിമ്മിൻ്റെ സാധനങ്ങളിലൊക്കെ കയറിയിട്ട് ഓരോന്ന് ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ ഈ സൈഡിൽ കാണുന്ന ഫോണുകളാണ് കേട്ടോ നമുക്ക് വീട്ടിലേക്ക് വിളിക്കാനുള്ളത്. ഒരു കാർഡ് വെച്ചിട്ട് പിന്നെ അതിലൊരു 3 നമ്പർ വരെ സേവ് ചെയ്യും. അങ്ങനെ ആ നമ്പറിലേക്ക് മാത്രമാണ് കേട്ടോ വിളിക്കാനുള്ള സൗകര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കുറേ ഈ തൂണുകളിലൊക്കെ കുറേ ഫോണുകളുണ്ട് കേട്ടോ. പിന്നെ മുറ്റത്ത് തന്നെ നല്ല രസമാണ് കേട്ടോ, ഇരുന്ന് കാണാനായിട്ട് നല്ല രസമാണ് മുറ്റം. അങ്ങനെ നടന്നു വന്ന് അപ്പോഴന്നെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ കുറച്ച് മീനൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് കുറച്ച് നേരം നിന്നു. അങ്ങനെ തറവാൻ്റെ എക്സാമൊക്കെ കഴിയാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തരായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാ അറവ എത്തി. കറക്റ്റ് 12 മണിക്ക് തന്നെ എക്സാം തീർന്നു. പിന്നെ പേരൻസിനായിട്ട് അവർ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മേലെ ഒരു കോൺഫറൻസ് ഹാളിൽ. അങ്ങനെ അത് കഴിഞ്ഞ് ആ ഒരു ക്ലാസ് കഴിയുന്നതോട് കൂടിയിട്ട് എക്സാമിൻ്റെ റിസൾട്ട് അവർ പബ്ലിഷ് ചെയ്യണം കേട്ടോ ചെയ്തത്. എക്സാമിൽ വിജയിക്കണവരാണെങ്കിൽ അവരത് ആ ഒരു ഇതിൽ പേര് പറയും. അങ്ങനെ അൽഹംദുലില്ലാ അർവാക്ക് സൈത്തൂണിൽ അഡ്മിഷൻ കിട്ടിയിട്ടോ. പിന്നെ നേരെ നമ്മൾ ഇറങ്ങിയിട്ട് ഒരു നിസ്കരിച്ചിട്ട് ഫുഡ് അവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അഡ്മിഷൻ എടുക്കുക അങ്ങനെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ പ്രയർ ഹാളിൽ എത്തി. വലിയൊരു വിശാലമായിട്ടുള്ള പ്രയർ ഹാളാണ് കേട്ടോ. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് പിന്നെ അവർ അവിടെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയും ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. നല്ല വലിയൊരു ഹാളാണ് കേട്ടോ. മിസ്സ് വന്നിട്ട് കുറേ ആൾക്കാർക്ക് ഒരുമിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ അഡ്മിഷൻ എടുക്കുന്നിടത്തേക്ക് പോയി. പിന്നെ അവിടെ നമ്മളെ പേര് വിളിക്കുകയാണ് കേട്ടോ ചെയ്യുക. അങ്ങനെ കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പത്തിന് നമ്മുടെ പേരൊക്കെ വിളിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് അഡ്മിഷൻ എടുക്കണോടത്തേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ അവിടെ ഞങ്ങൾ യൂണിഫോമിൻ്റെയും അതുപോലെ തന്നെ ബുക്കിൻ്റെ ഒക്കെ പൈസ കൊടുത്ത് സെറ്റാക്കിയിട്ട് വന്നു കേട്ടോ. പിന്നെ അഡ്മിഷൻ ഫീസൊക്കെ കൊടുത്ത് അങ്ങനെ ഇനി ജൂൺ 15-നാണ് മോളുടെ ക്ലാസ് തുടങ്ങുക. അവിടെ നമ്മൾ കൊണ്ടാക്കിയിട്ട് വരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര ഉള്ളൂ കേട്ടോ സൈത്തൂണിലെ വിശേഷങ്ങളായിട്ട്. പിന്നെ ഞങ്ങൾ നേരെ പോയത് കോട്ടക്കുന്നിലേക്കായിരുന്നു കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണില്ല. അടുത്ത വീഡിയോ ആയിട്ട് കോട്ടക്കുന്നിൽ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.